ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഡാർക്ക് സർക്കിൾസും അതേപോലെ തന്നെ ഫാറ്റ് പാഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരും പല നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്ത് മടുത്ത ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ഇതേപോലെയുള്ള പല അഡ്വർടൈസ്മെൻറ്റും അതേപോലെ തന്നെ പല പല വ്ളോഗ്സിൽ നിന്ന് കേട്ടിട്ട് പല പല പ്രോഡക്ട്സും സെറംസും ക്രീംസും ഒക്കെ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് മടുത്ത ആൾക്കാരായിരിക്കും അല്ലേ. അപ്പം അവിടെയാണ് ഈ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, നിങ്ങൾക്ക് ശരിക്കും ഡാർക്ക് സർക്കിൾസ് തന്നെയാണോ അല്ല നിങ്ങൾക്ക് ഫാറ്റ് പാഡ് ലോസ് ആണോ എന്ന് തിരിച്ചറിയണം. ബിക്കോസ് ഈ പറയുന്ന ഫാറ്റ് പാഡ് ലോസ് ആണ് നിങ്ങൾക്ക് ശരിക്കും ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ മേലെ ഈ പറയുന്ന ക്രീംസും പ്രോഡക്ട്സ് ഒന്നും വർക്ക് ആകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഫാറ്റ് പാഡ് ലോസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫാറ്റ് പാഡ് ലോസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നാച്ചുറൽ നമുക്കറിയാം നമ്മുടെ കണ്ണിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ്. അപ്പം നാച്ചുറലി നമുക്ക് അവിടെ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് പാഡ്, ഓക്കെ, ഫാറ്റ് പാഡ് ഡെപ്പോസിഷൻ ഉണ്ടാവും. അപ്പം ഗ്രാജുവലി നമ്മൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തടിച്ചിട്ട് പെട്ടെന്ന് മെലിയുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ജെനറ്റിക്കലായിട്ട് അങ്ങനെ പല റീസൺസ് കൊണ്ടും ഗ്രാജുവലി ഈ പറയുന്ന ഫാറ്റ് പാഡ് ലോസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതിന് അവിടുത്തെ സ്കിൻ ഇങ്ങനെ തിന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാജുവലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കണ്ണിന് താഴെയുള്ള ഈ ഒരു ഭാഗം കുറച്ച് സ്ട്രങ്കണായിരിക്കും, കുറച്ച് കുഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളത് ആദ്യം ഒന്ന് ഉറപ്പ് വരുത്തുക, അത് നിങ്ങൾക്ക് ഫാറ്റ് പാഡ് ലോസ് ആണോ അതല്ല ഡാർക്ക് സർക്കിൾസ് ആണോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ഇൻ്റർവെൻഷനിലേക്കാണോ പോകേണ്ടത് അത് അക്കോർഡിംഗ്ലി പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെയും പ്രോഡക്ട്സിൻ്റെ മേലെ നമ്മളെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരു ക്രീമൊക്കെ വാങ്ങുന്ന പൈസക്ക് തന്നെ നമുക്കൊരു കൺസൾട്ടേഷൻ ചെയ്യാമല്ലോ അല്ലേ. അപ്പം ഇനി ഈ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവരെന്തായിരിക്കും പറയാന്നുള്ളത്, കൂടുതലും എനിക്ക് തോന്നുന്നു അവർ ഇഞ്ചെക്ഷൻസ് വഴിയാണ് ഇതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കുന്നത്. ഒരു ഫില്ലേഴ്സ് പോലെയുള്ള ഇഞ്ചെക്ഷൻസ് തരും, എന്നിട്ടാണ് ആ ഒരു പ്രോബ്ലം പരിഹരിക്കുന്നത്. എഗെയിൻ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇഞ്ചെക്ഷൻ. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 20,000 ഒക്കെ ഒരു ഇഞ്ചെക്ഷൻ ആവും. പിന്നെ നിങ്ങൾക്ക് എത്ര ഇഞ്ചെക്ഷൻസ് ആവശ്യമുണ്ട് എന്നുള്ളത് അത് ഡെർമറ്റോളജിസ്റ്റാണ് നിങ്ങളുടെ കണ്ടീഷൻ കണ്ടിട്ട് തീരുമാനിക്കുന്നത്. പിന്നെ ഈ പരിപാടി എന്ന് പറയുന്നത് സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന പോലെയാണ് കേട്ടോ. മേ ബി 1 year ഒക്കെ കഴിയുമ്പം അത് പിന്നെയും ഇങ്ങനെ ഗ്രാജുവലി അത് പോയിട്ട് രണ്ടാമത് പിന്നെയും നമ്മൾ എടുക്കേണ്ടി വരും, ലൈക്ക് റീഡു ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ബൈ.